നമസ്കാരം. എവിടെ സ്ഥലം എവിടെ ചേച്ചി? എന്താ പേരെന്തുവാ? റീന. ചേച്ചി എങ്ങനെയുണ്ട്? ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അടിപൊളി. സന്തോഷമായ? സന്തോഷം. മേടിച്ച സുഹൃത്തുക്കളെ, നിങ്ങളെ വീട്ടിലെന്താ ഇതേപോലത്തെ ഡ്രമ്മുകൾ കാണും കേട്ടോ. പഴയ യൂസ് ചെയ്യാത്ത പഴയ ഡ്രമ്മുകൾ കാണേ. അതിനെ നമുക്ക് താണ്ട് ഇതേപോലെ അടിയിൽ 2-3 ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താണ്ട് ഇതേപോലെ ബുഷാക്കി നിർത്താനായിട്ട് പറ്റും. വലിയ അതിനകത്ത് പോയിന്റ് സൈറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതിൽ ഓർക്കിഡിന്റെ തൈ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഹാപ്പിയാണേ? ബുധനാഴ്ച വരണം. ബുധനാഴ്ച ഇനാഗുറേഷൻ ആണ്. അന്നേരം ഉച്ചയ്ക്ക് ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അന്നേരം ബുധനാഴ്ചയോടുകൂടി തന്നെ ഇതെല്ലാം കയറി കാണാൻ കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് ഐറ്റം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാലതാമസമേ ഉള്ളൂ. അന്നേരം ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളൊക്കെ വരാറുണ്ട്. അതെല്ലാം മീനൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട്. ആണോ? എല്ലാം കാണാറുണ്ട് കേട്ടോ. കിളി ഓപ്പൺ എയറിൽ മൊത്തം കിളികളെയൊക്കെ പറത്തി വിടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. റോസൊക്കെ എങ്ങനെയുണ്ട്? എത്ര നാളുകൊണ്ട് നമ്മളെ ചാനലും പേജും ഒക്കെ കാണുന്നുണ്ട്? കണ്ടു. അവിടെ നടപ്പുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷമാണ്. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങിന്റെ ഒക്കെ വീഡിയോ ഉണ്ട്. വല്ലതും കാണുന്നുണ്ടോ? വല്ലതും ചെയ്യുന്നുണ്ടോ? ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ. എന്ത് ചെയ്യുന്നു? പരീക്ഷണങ്ങളാ? അതാ വേണ്ടത്. നമ്മളിപ്പോ ഒന്നും നമ്മൾ പഠിച്ചുകൊണ്ടല്ലോ വരുന്നത്. ആണോ? സന്തോഷല്ലേ? അതിന് ഒരുപാട് പേര് പറയും ഇതൊന്നും പിടിക്കത്തേ ഒന്നുമില്ല, ചുമ്മാതാന്നൊക്കെയാ പറയുന്നത്. ഉള്ളതാണോ ചേച്ചി? പിന്നെ ഓപ്പൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. നെഗറ്റീവായിട്ട് പറയുന്ന കുറേ ചൊറിയന്മാരും ഉണ്ട് അല്ലേ? അന്നേരം ചേച്ചിക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി ചെടികളായിട്ടുണ്ട്. ഒത്തിരി ചെടികളായിട്ടുണ്ട്. മെയിനായിട്ട് എന്തൊക്കെയാ ചെയ്യാറ് സാധാരണ? പിന്നെ എന്തുവാ ഈ ഇതുണ്ടല്ലോ, എന്തുവാ പെട്ടെന്ന് കിട്ടുന്നില്ല, മനസ്സിലായി. എല്ലാം കെട്ടി കിളിപ്പിക്കൂ. പുള്ളിയോണ്ട് കേട്ടാ. ഓക്കെ. ബോഗൻവില്ലയൊക്കെ ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്. കാണുന്നുണ്ട്. അതിന് പ്രയോജനമുണ്ട്. ഏതാഴ്ച ബോഗൻവില്ലയുടെ പേര് എളുപ്പം കിട്ടിയില്ല. കുഴപ്പമില്ല. അത് പെട്ടെന്ന് ഒത്തിരി അടുത്ത് പോയി ഞാനും ഒപ്പം കൂടെ നടന്ന് കുറെ പ്ലാന്റുകളൊക്കെ മേടിക്കുന്നുണ്ട്. ഇവിടെ വന്നു, നമ്മളെ കണ്ട് ഒരുപാട് സന്തോഷം. ചേച്ചി കണ്ട് ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ വീണ്ടും വരുന്നുണ്ട്. ഒരു മാസത്തോളം ഞങ്ങൾ ഇവിടെ ഉണ്ട്. സമയം പോലെ ഓരോ ലോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറെ പ്ലാന്റുകളൊക്കെ ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. അന്നേരം ദാണ്ട് ചേച്ചിയും മേടിച്ചിട്ടുണ്ട്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാം അല്ലേ? അന്നേരം ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ചേച്ചി, ശരി. സുഹൃത്തുക്കളെ, നിങ്ങളെ വീട്ടിലെന്താ ഇതേപോലത്തെ ഡ്രമ്മുകൾ കാണും കേട്ടോ. പഴയ യൂസ് ചെയ്യാത്ത പഴയ ഡ്രമ്മുകൾ കാണേ. അതിനെ നമുക്ക് താണ്ട് ഇതേപോലെ അടിയിൽ 2-3 ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താണ്ട് ഇതേപോലെ ബുഷാക്കി നിർത്താനായിട്ട് പറ്റും. വലിയ പ്ലാന്റുകൾ, വലിയ ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം നമുക്ക് താണ്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നല്ല ബുഷായിട്ട് നിൽക്കും. ഒരുപാട് പേർക്ക് സംശയമുള്ള പ്ലാന്റുകളാണ്. ഇതേപോലെ ഡ്രമ്മിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉള്ളൂ. ഇതിനകത്ത് തന്നെ ഏകദേശം താണ്ട് ഇത് നമുക്ക് ചട്ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. നമ്മുടെ വീട്ടിൽ കാലിയായിട്ട് ചിലപ്പം പലയിടത്തൊക്കെ ചെറിയ പൊട്ടലൊക്കെ ആയിട്ട് കിടക്കുന്ന ടാങ്കുകൾ കാണേ. അന്നേരം വലുതോ 220 ലിറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അടിഭാഗത്ത് 2-3 ഹോൾ കൊടുക്കുക. ഇതിനാകുമ്പോൾ 2 കവിളുകളൊക്കെ കാണും കേട്ടോ. 2 പേർക്കായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് തന്നെ വലിയ ചക്കയുള്ള പ്ലാവുകൾ. ഇപ്പോൾ പുല്ലൂരാണ് നിൽക്കുന്നത്. പുല്ലൂർ ഹാപ്പിനോറ ഫെസ്റ്റിലാണ്. അതിന് നാട്ടെ ചക്കയുള്ള പ്ലാവ് കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നുണ്ട്. തൈകൾ ഇരിപ്പുണ്ട്. വലുത് വെക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളുണ്ട്. 250 രൂപ 200 രൂപ സൈസൊക്കെ നല്ല തൈകൾ കിട്ടും. അന്നേരം അതിനെ മേടിച്ചതിന് ശേഷം നല്ല ഡ്രമ്മിനകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി ചകിരിച്ചോറൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് കുറച്ചിട്ട് അന്നേരം വെയിറ്റ് കുറവായിരിക്കും. നമുക്ക് അങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നല്ലതായിരിക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ മാസം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് വളമായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അന്നേരം ലേശം വളം, അതായത് എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാന്നിട്ട് എല്ലാം മിക്സ് ജൈവ വളക്കൂട്ട് മേടിക്കാൻ കിട്ടും. അതിനകത്ത് കുറച്ച് വരി ഇട്ട് കൊടുത്തിട്ട് മേൽമണ്ണിലായി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്ന് കിട്ടും. അതേപോലെ വെള്ളം കെട്ടി ഒരു കാരണവശാലും നിൽക്കരുത്. പ്ലാവിന് പ്രത്യേകിച്ച് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അഴുകൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്ത് എലിയൊന്നും കയറി കട്ട് ചെയ്യാതിരിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സെറ്റായിട്ട് തന്നെ ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഭയങ്കര ഭംഗിയായിട്ട് വന്ന് നോക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഡ്രമ്മിനകത്ത് ഇതിലെ കാഴ്ചയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കും അല്ലേ? വളരെ ശരിയല്ലേ? അന്നേരം എന്താണ്ട് ഇതേപോലത്തെ വലിയ ഡ്രമ്മൊക്കെ ഉണ്ട്. വലിയ ഡ്രമ്മൊക്കെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതായിരിക്കും. എന്താണ്ട് അതിനകത്തൊന്നും ഓവറായിട്ട് വലിയ മണ്ണൊന്നുമില്ല. ഭംഗി അടുത്ത് വന്നേ ഒന്ന് കാണണ്ട് എത്രത്തോളം മണ്ണുണ്ടെന്ന് നോക്കിയേ. കണ്ട, ഇത് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്കി മേളിലോട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് പതുക്കെ കൊണ്ട് വളർത്തി സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതൊരുപാട് താന്നു പോയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു പാർട്ടിയുടെ നിർത്താം. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നേ. അന്നേരം താണ്ടെ ഇത് ഇതേപോലെ തന്നെ ചെറിയ പ്ലാന്റുകൾ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളുടെ വീട്ടിൽ ഒന്ന് കറങ്ങി നോക്ക്. വീടിൻ്റെ ചുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ ഡ്രമ്മുകൾ കാണും. ചിലപ്പം പഴയ ഡ്രമ്മുകളൊക്കെ കാണും. അതുപോലെ തന്നെ വലിയ വാട്ടർ ടാങ്കൊക്കെ പൊട്ടിയത് യൂസ് ചെയ്യാൻ പറ്റാതെ വക്കൊക്കെ പൊട്ടിയതൊക്കെ കാണും. അന്നേരം വക്ക് പൊട്ടിയ സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് വളമൊക്കെ കൂട്ടിയ മണ്ണിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്തൊക്കെ പ്ലാന്റുകൾ വയ്ക്കാൻ പറ്റും. അതാണ്ട് കോട്ടുകുണം മാവ് കായുള്ളതേ
ഇതാട്ടെ നിറച്ച് പൂവായിട്ട് നിൽക്കുന്ന കണ്ണിമാങ്ങ പിടിച്ച് കിടക്കുന്നത് കാണാം. അന്നേരം ഇതേപോലുള്ള മരങ്ങൾ വേണ്ടവർക്കും കുറച്ച് പ്ലാന്റുകൾ നമ്മളിവിടെ പുല്ലൂർ ഹാപ്പി നോറ ഫെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബുധനാഴ്ച നമ്മളിത് ഓപ്പൺ ആയിരിക്കും. അന്നേരം വന്നു കഴിഞ്ഞാൽ പ്ലാന്റുകളൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാം. അന്നേരം ഇതാ കണ്ടല്ലോ, ഇതേപോലുള്ള വലിയ പ്ലാന്റുകൾ മേടിക്കുന്നവർക്ക് മേടിക്കാം, ചെറുത് വേണ്ടവർക്ക് ചെറുതുണ്ട്. മാവിൻ്റെ വെറൈറ്റി പല വെറൈറ്റി, നീലം, സേലം, മൽഗോവ, പ്രിയൂർ, മല്ലിക വെറൈറ്റി, അതുപോലെ തന്നെ കർപ്പൂര മാവിൻ്റെ തൈ, അതുപോലെ തന്നെ കുളമ്പ മാവിൻ്റെ ചിലപ്പോൾ കുറച്ച് കാണും. അന്നേരം ഈ പ്ലാന്റുകൾ മേടിച്ചിട്ട് വളം കൂട്ടിയ മണ്ണിട്ട് സെറ്റ് ചെയ്ത് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അണ്ണാ വേണ ഇത് നമുക്ക് നിറയ്ക്കാലോ. ഈ പ്ലാന്റ് കൂടെ നിറയ്ക്കേ. അതിനകത്ത് വേറെയും പ്ലാന്റ് ഇരിപ്പുണ്ട് കേട്ടോ. കണ്ട ഇതാകുമ്പോൾ വലിയ വെയിറ്റില്ല. അയ്യോ കണ്ട ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് നാംഡോക്ക് മൈ ആണേ. നാംഡോക്ക് മൈ ഗോൾഡ് വെറൈറ്റിയാണ്. അത് നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ താണ്ടെ മാവ് വെറൈറ്റികൾ താണ്ടെ അടുത്ത മാവേ നോക്കിയേ എന്താ ഭംഗിയല്ലേ. കലപ്പാടി വെറൈറ്റി ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ മൽഗോവ വെറൈറ്റി മാവ് ഇരിപ്പുണ്ട്. കലപ്പാടി വെറൈറ്റി ഇരിപ്പുണ്ട്. പിന്നെ അൽഫോൺസ് ഇരിപ്പുണ്ട്. അൽഫോൺസ് വെറൈറ്റി ഒക്കെ ഭാഗത്തോട്ട് ഇരിപ്പുണ്ട്. അന്നേരം ഇതിൻ്റെ തൈകൾ വേണ്ടവർക്ക് തൈകളുണ്ട്, വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കി വാങ്ങാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹാപ്പി നോറ ഫെസ്റ്റിലാണ്. പുനലൂരാണ്. പുനലൂർ ചുടുകട്ട മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്നേരം അതായത് അഞ്ചലിലോട്ട് പോകുന്ന വഴിക്കാണ്. അതിന് കൊല്ലത്ത് വന്നാലും കിട്ടും. കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ആശ്രാമ മൈതാനത്ത് വന്നാലും നമ്മളെ നേഴ്സറി ഉണ്ട്, വന്നു കഴിഞ്ഞാൽ കാണാം. അതേപോലെ തന്നെ മേടയൊക്കെ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നേഴ്സറി ഉണ്ട്. പാരിപ്പള്ളി രേവതി തിയേറ്ററിൻ്റെ അടുത്തുള്ള നേഴ്സറി ഉണ്ട്. അതേപോലെ തന്നെ അകത്ത് വലിയ നേഴ്സറി ഉണ്ട്. അന്നേരം അവിടെ വന്നാലും ഒക്കെ വാങ്ങാം. ഇന്നലെ സമയം പോലെ വായോ. ഓക്കെ. ഓ നമസ്കാരമുണ്ട്. നമസ്കാരം. എവിടാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഒരു പ്രസ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചെടിയുടെ സംരംഭം വന്നപ്പോൾ വന്ന് കണ്ടതാണ്. അതെ, ഒരു ബ്ലാക്ക് റോസ്, ഒരു വള്ളി റോസ്, വൈറ്റ് വെള്ള വള്ളി റോസും ഒരു ബ്ലാക്ക് റോസും. ബ്ലാക്ക് റോസ് ഞാൻ തേടി വെള്ളയോട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. ചർച്ചിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ചർച്ചിൽ പോയിട്ട് വരുന്ന വഴിക്ക് കുറച്ച് പൂക്കളൊക്കെ കണ്ടപ്പോ സമാനമാണ്. അതെ സമാനം. അടിപൊളിയല്ലേ? വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടോ? വേറെ ചെടിയുണ്ട്. പേരെന്ത് വരുന്നു? എൻ്റെ പേര് പ്രവീൺ പി അലക്സ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? പഴച്ചെടികളാണോ പൂച്ചെടികളാണോ? നമ്മള് ഇൻഡോറിൽ വെക്കുന്ന ചെടികളാണ്. ഇലയാണ് കൂടുതലും. ഇവിടെ ഇത്രയും പുല്ലൂരായതുകൊണ്ട് ഇലച്ചെടികൾ ഞങ്ങൾ കുറച്ചേ കൊണ്ടുവന്നോളൂ. നമുക്ക് കൊണ്ടുവരാം 2 ദിവസത്തിനകത്ത്. ഇപ്പൊ കുറച്ച് ദിവസം ഉണ്ട് ഇവിടെ പരിപാടി. ഹാപ്പി നോറ ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഫെസ്റ്റാണ്. ഒരുപാട് മത്സ്യവും കൈ അടയ്ക്കുന്നല്ലേ വെയിറ്റ് കാരണം. ഓക്കെ വേണ്ട അണ്ണാ. അന്നേരേ ഇനിയിപ്പം കുറച്ച് നേരം കൂടി ഉള്ളു ഇത് ഓപ്പൺ ആവാനായിട്ട്. ഞങ്ങളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നാട്ടുകാരനായ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാധാരണ ഫെസ്റ്റ് എല്ലാം പുനലൂരാണ് വന്നുകൊണ്ടിരുന്നത്. അതെ, പുനലൂരിനേക്കാളും വാഹന സൗകര്യമൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയാണ് ഇപ്പോൾ. നല്ലൊരു ഏരിയ കേട്ടോ. അടിപൊളി പാർക്ക് ചെയ്യാനാവട്ടെ. പിന്നെ യാത്രാ സൗകര്യം. അഞ്ചലിൽ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. പുനലൂരിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. പുനലൂരിൽ നിന്ന് അഞ്ചലോട്ട് പോകുന്ന വഴിക്ക് ചുടുവട്ട എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതല്ലേ. സാധാരണ മൊത്തം പരിപാടി ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്? ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ നല്ലൊരു ഗ്രൗണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ടൗണിലാണെങ്കിൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല, കുറവാണ്. ബാക്കി സാധനങ്ങളെല്ലാം സ്റ്റേഡിയം ഒന്ന് നിറഞ്ഞു കഴിയും. പിന്നെ സ്റ്റാൾ കൊണ്ട് സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ലാതാണ്. പക്ഷെ ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണുന്നുണ്ട്. പിന്നെ മേളിലോട്ടൊക്കെ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇന്നോ നാളെ ഉദ്ഘാടനമാണെന്ന് അറിഞ്ഞു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനം. ചെടികൾ കണ്ടുകൊണ്ട് കയറിയതാണ്. കൊള്ളാം, അടിപൊളി, സന്തോഷമായ. അത്യാവശ്യം വെറൈറ്റി ഒക്കെ ഉണ്ട്. ഒരുമാതിരിപ്പെട്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഇപ്പം കുറച്ച് കളക്ഷനെ എടുത്തിട്ടുള്ളൂ. ഓർക്കിഡ് എങ്ങനെയുണ്ടോ? ഓർക്കിഡൊക്കെ കൊള്ളാം, അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഇന്നലെ നമ്മൾ ആശ്രാമ മൈതാനത്ത് കുറേ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ആശ്രാമത്ത് ഒരു പരിപാടി നടക്കുമോ? ആശ്രാമത്ത് ഒരു പരിപാടി നടക്കും. അതിന് കുറച്ച് ദിവസം കൂടെ അവിടെ ഉണ്ട്. അന്നേരം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെയും കൂടെ ഉണ്ട്. അത് ഏകദേശം 10-25-30 ദിവസത്തോളം ഇവിടെ പ്രോഗ്രാം ഉണ്ട്. ഒരുപാട് മീനൊക്കെ വരുന്നുണ്ട്. പിരാന മുതലുള്ള ഒരുപാട് മറ്റേ ചീക്കണ്ടി മത്സ്യവും അതേപോലെ അരാപ്പയ മേഖലയൊക്കെ സൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ആ സൈസിലുള്ള വലിയ മീൻ. പക്ഷെ അതെല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും തിരിച്ചു കൊണ്ടുപോകാതായിരിക്കട്ടെ. അത്രേ ഉള്ളൂ. അടിപൊളി. നമ്മള് മൊത്തം തീർത്തിട്ടേ പോകത്തുള്ളൂ. നമ്മള് വൈബല്ലേ. പുനലൂർക്കാർ അങ്ങനെയാണ്, എല്ലാം കൈ ഏറ്റെടുത്തോളും. അതാണ് ഒരുപാട്. ഇപ്പൊ വന്നപ്പം തന്നെ ഒരുപാട് നമ്മളെ ഫോളോവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒരു ചേച്ചി വന്നായിരുന്നു. അത് ചെടി കാണാനും ചെടി വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയത്. അന്നേരം സന്തോഷമല്ലേ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അല്ലേ? ഓക്കെ ഉണ്ട്. അന്നേരം സന്തോഷമായിട്ട് മുമ്പോട്ട്. ഓക്കെ. ആരുണ്ട്? എങ്ങനെയുണ്ട്? ചെടിയൊക്കെ ഇഷ്ടപ്പെട്ടാ? അടിപൊളി. എന്താ പേരെന്തുവാ? സഫ്ന. ഇതിപ്പോ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞേ. ഇത് നമ്മളെ കലവാളു ചുടുകട്ട. എന്ത് ചെയ്യുന്ന? പഠിക്കുകയാണ്? 9ാം ക്ലാസ്സിൽ പഠിക്കുക. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എങ്ങനെയുണ്ട്? മൊത്തം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടാ? തെളിച്ച് ഉണ്ട്. അന്നേരം അടിപൊളിയാണേ. റോസൊക്കെ ഇഷ്ടപ്പെട്ടാ? എല്ലാം കൊള്ളാം, അടിപൊളി.
പച്ച റോസ്, ബ്ലാക്ക് റോസ് ഒക്കെ കണ്ട കൊള്ളാം കൊള്ളാം, അടിപൊളി. അടിപൊളി. വെറൈറ്റി സാധനങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെ കൂട്ടുകാരൊക്കെ വരുമോ? കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമോ? എല്ലാരും വരും. ഇത് എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി നോറ ഫെസ്റ്റിലാണ് അല്ലേ? ഹാപ്പി നോറ ഫെസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം തയ്യാറെടുക്കുകയാണ്. അതിന് ഫെൻലോപ്സിസ് ഓർക്കിഡാണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത്. അതിന് അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ എല്ലാം ഫെൻലോപ്സിസ് ഓർക്കിഡ് ഇരിപ്പുണ്ട്. ഹാപ്പി നോറ ഫെസ്റ്റ് 2026 അങ്ങ് തൂക്കുക അല്ലേ? അടിപൊളി. അതിനെ കാണാം, കാണണം. ഓക്കെ, ഇതിനകത്ത് വലിയ മീനൊക്കെ ഉണ്ട്, അറിഞ്ഞായിരുന്നാ? തലയുടെ മേളിലൂടെ ഒക്കെ വലിയ മീനൊക്കെ പറക്കുന്നതൊക്കെ കാണാനായിട്ട് ഇനിയിപ്പം കുറച്ച് നേരം മാത്രം, ഇനി വിരലിലെണ്ണുന്ന സമയം മാത്രമേ ഉള്ളൂ. അതിനെ സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാനായിട്ട് പറ്റും അല്ലേ സഫ്ന? അതിനെ കാണാം. ഓക്കെ.